നമസ്കാരം. വടക്കുകിഴക്കൻ ഡെമോക്രാറ്റ് കോങ്കോയിലെ കൊമാൻഡ എന്ന നഗരത്തിൽ കോങ്കോയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 43ആയി. ഇസ്ലാമിക് സ്റ്റേറ്റ് പിന്തുണയുള്ള ADF എന്ന ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഞായറാഴ്ചയുള്ള പ്രഭാത കുർബാനയ്ക്കിടെയാണ് ആക്രമണം അപ്രതീക്ഷിതമായി ഉണ്ടായത്. ഭീകര സംഘം പള്ളിയിലേക്ക് ഇരച്ചുകയറി. പള്ളി സമുച്ചയത്തിൽ പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം നടന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ ആകെ പരിഭ്രാന്തിയിലായിരുന്നു വിശ്വാസികൾ. കാരണം ഞായറാഴ്ച പതിവ് പോലെ കുർബാന കൂടാൻ എത്തിയവരായിരുന്നു. എന്താണ് തങ്ങൾക്ക് മുന്നിൽ സംഭവിക്കുന്നു എന്നറിയാതെ ഇരിക്കുകയായിരുന്നു. അതായത് തോക്കുകളും വാക്കത്തികളും ഉപയോഗിച്ചുകൊണ്ടാണ് വിശ്വാസികൾക്ക് നേരെ ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത്. പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന 28 പേർ തൽക്ഷണം മരിച്ചു വീണു. പുറത്തിറങ്ങിയ ഭീകരർ ഇതുകൊണ്ട് മതിയാകാതെ പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ആക്രമിക്കുകയും അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു. 9 കുട്ടികൾ കൊല്ലപ്പെട്ടതായും ഐക്യരാഷ്ട്രസഭ സമാധാന ദൗത്യ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുറഞ്ഞത് 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞതായും കണ്ടെത്തിയെന്നാണ് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി വീടുകൾ കത്തി നശിച്ചതായും റിപ്പോർട്ടുണ്ട്. തിരച്ചിൽ തുടരുകയാണെന്നും കൊമാൻഡോയിലെ സിവിൽ സൊസൈറ്റി കോർഡിനേറ്റർ വ്യക്തമാക്കി. കൊമാൻഡോ സ്ഥിതി ചെയ്തിരുന്ന ഇറ്റൂരിൽ പ്രവിശ്യയിലെ ഒരു കോങ്കോയിൽ സൈനിക വക്താവ് 10 പേർ മരിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മാസം ആദ്യം ഇറ്റൂരിലും ഈ സംഘം ഡസൻ കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിരുന്നു. കിഴക്കൻ കോങ്കോയിലെ ADF റുവാണ്ട പിന്തുണയുള്ള വിമതർ ഉൾപ്പെടെയുള്ള സായുധ സംഘങ്ങളുടെ ആക്രമണം സമീപ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ADF ഉഗാണ്ടയ്ക്കും കോങ്കോയ്ക്കും ഇടയിലുള്ള അതിർത്തി പ്രദേശത്താണ് പ്രവർത്തിച്ചു വരുന്നത്. ഇത്തരം വിമത സംഘടനകൾ പലപ്പോഴും സാധാരണക്കാരെയാണ് ലക്ഷ്യമിടുന്നത്. 1990കളുടെ അവസാനത്തിൽ കോങ്കോയുടെ അയൽരാജ്യമായ ഉഗാണ്ടയിലാണ് ഭീകര സംഘടന രൂപം കൊണ്ടത്. 2019ലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനോട് കൂറ് പ്രഖ്യാപിച്ചത്. കോങ്കോയിലെ ജനസംഖ്യയുടെ ഏകദേശം 10% മാത്രമാണ് മുസ്ലിങ്ങളുള്ളത്. അവരിൽ ഭൂരിഭാഗവും കിഴക്കൻ പ്രദേശത്താണ്. ഇതിനു മുമ്പും ADF എന്ന ഭീകരർ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ആരാധനാലയങ്ങൾ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിരപരാധികളെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ഇവരുടെ രീതി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച